ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂമറോളജി പ്രകാരം നിങ്ങൾക്ക് ഏത് തൊഴിലുകൾ ചെയ്യുന്നതാണ് അഭികാമ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്ന മേഖലകൾ ഏതാണെന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജനനസംഖ്യ, അതുപോലെ തന്നെ നിങ്ങളുടെ വിധിസംഖ്യ. അപ്പോൾ ജനനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് നമ്പറാണ്, വിധിസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്റ്റിനി നമ്പറാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ജനനസംഖ്യ അതുപോലെ തന്നെ വിധിസംഖ്യ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ വലിയ ഉയർച്ച ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ എത്ര അധ്വാനിച്ചിട്ടും നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാവുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജനനസംഖ്യ അല്ലെങ്കിൽ വിധിസംഖ്യ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള തൊഴിലുകൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കതിൽ കൂടുതലായിട്ട് ഉയർച്ച നിങ്ങളുടെ ഒരു കരിയറിൽ വരിക. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ തൊഴിലുകൾ തന്നെയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്, +2 എല്ലാം കഴിഞ്ഞ് അടുത്ത നെക്സ്റ്റ് എന്ത് കരിയർ ഓപ്ഷൻ ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു വീഡിയോ ഒരു ബേസിക് റെഫറൻസ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും സംഖ്യാശാസ്ത്ര പ്രകാരമാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കൂടി നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ജനനസംഖ്യ എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 20-3-1991 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബർത്ത് നമ്പർ വരുന്നത്, ഇവിടെ നിങ്ങളുടെ ജനിച്ച ദിവസം എന്ന് പറയുന്നത് 20-ാം തീയതിയാണ്. ആ 20 എന്ന് പറയുന്നത് ഒരു 2 അക്ക സംഖ്യയാണ്. അതിനെ നമ്മൾ ഒറ്റ അക്കത്തിലേക്ക് മാറ്റുന്നു. അതായത് 20നെ 2ആയി പിരിച്ചെഴുതുന്നു. 2 + 0 ഉത്തരം 2. അപ്പോൾ ആ 2 ആണ് ഇവിടെ ബർത്ത് നമ്പറായിട്ട് വരുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നിങ്ങൾ ജനിച്ചത് 14-ാം തീയതി ആണെങ്കിൽ 14 എന്ന് പറയുന്നത് 2 അക്ക സംഖ്യയാണ്. അതിനെ നമ്മൾ ഒറ്റ അക്കത്തിലേക്ക് കൊണ്ടുവരണം. അതായത് 14നെ 1 + 4 ഉത്തരം 5. 5 എന്നുള്ള ഒറ്റ ഡിജിറ്റിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ 5 ആണ് അവിടുത്തെ ജനനസംഖ്യ അല്ലെങ്കിൽ ബർത്ത് നമ്പർ. അപ്പോൾ ഇതുപോലെയാണ് ബർത്ത് നമ്പർ കണ്ടുപിടിക്കുന്നത്. ഇനി ഡെസ്റ്റിനി നമ്പർ അഥവാ വിധിസംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഓൾറെഡി നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഇവിടെ നമ്മൾ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് 20-3-1991, അതിൽ വരുന്ന ആ ഒരു ദിവസം, ജനിച്ച ദിവസം, അതുപോലെ തന്നെ ജനിച്ച മാസം, അതേപോലെ തന്നെ ജനിച്ച വർഷം, ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി ഒരു 2 അക്ക ഡിജിറ്റിലേക്ക് അത് മാറുന്നു. ആ 2 അക്ക ഡിജിറ്റ് വീണ്ടും ഒന്നുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഒറ്റ അക്ക ഡിജിറ്റിലേക്ക് മാറുന്നു. ഇങ്ങനെയാണ് നമ്മൾ വിധിസംഖ്യ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം നിങ്ങളുടെ ആ ഒരു ബർത്ത് നമ്പർ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പർ എന്താണെന്നുള്ളത് ആദ്യം നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ ചിലവർക്ക് ഈ പറയുന്ന ബർത്ത് നമ്പറും അതേപോലെ ഡെസ്റ്റിനി നമ്പറും ഒരേ നമ്പർ തന്നെയായിട്ട് വരാം. ഉദാഹരണത്തിന് ഒരാൾ ജനിച്ച ദിവസം 5-ാം തീയതി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അയാളുടെ ജനനസംഖ്യ അല്ലെങ്കിൽ ബർത്ത് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അതേപോലെ തന്നെ അയാൾ ജനിച്ച തീയതിയും മാസവും വർഷവും എല്ലാം കൂടി കൂട്ടുമ്പോഴും അയാൾക്ക് അവസാനമായിട്ട് കിട്ടുന്ന ഉത്തരം 5 ആണെന്നുണ്ടെങ്കിൽ അയാളുടെ ബർത്ത് നമ്പറും ഡെസ്റ്റിനി നമ്പറും ഒന്ന് തന്നെയാണ്. എങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും ഇത് രണ്ടും 2 നമ്പേഴ്സായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ജനനസംഖ്യയും അതുപോലെ വിധിസംഖ്യയും 2 ഡിജിറ്റുകളായിരിക്കും മിക്കവർക്കും. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 1 മുതൽ 9 വരെയുള്ള സംഖ്യകളും അവയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ തൊഴിലുകൾ ഏതാണ്, നിങ്ങളുടെ ബർത്ത് നമ്പറും അതുപോലെ ഡെസ്റ്റിനി നമ്പറും വെച്ച് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ തൊഴിലുകൾ ഏതാണെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ബർത്ത് നമ്പറും ഡെസ്റ്റിനി നമ്പറും 2 വ്യത്യസ്ത നമ്പറുകളാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഈ 2 ഓപ്ഷൻസും, അതായത് ഈ 2 സംഖ്യകളുടെയും കരിയറുകൾ എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കാണുക. അതിൻ്റെ പൊതുവായിട്ട് വരുന്ന ആ ഒരു തൊഴിലുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഒരാളുടെ ജനനസംഖ്യക്കും അതുപോലെ തന്നെ വിധിസംഖ്യക്കും ഒരേപോലെ പ്രാധാന്യമുള്ളതുകൊണ്ട് 2 ഡിജിറ്റുകളാണെങ്കിൽ ആ 2 കണ്ടു നോക്കുക. ഇനി 2 ഒരേ ഡിജിറ്റ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് മാത്രം നിങ്ങൾ കാണുക. ആദ്യമായിട്ട് നമുക്ക് 1 എന്നുള്ള സംഖ്യ ബർത്ത് നമ്പറോ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പറോ ആയിട്ട് വരുന്ന വ്യക്തികൾക്ക് അനുയോജ്യമായ തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവരുടെ റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് സൺ ആണ്.
അതുകൊണ്ട് തന്നെ ആ സൂര്യനെ പോലെ ആ പ്രകാശം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു മേഖലയുള്ള തൊഴിലുകളിൽ എത്തിപ്പെടാനാണ് ഇവർ സാധ്യത. ഇവരുടെ ഏറ്റവും നല്ല ദിവസങ്ങൾ, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഏറ്റവും അനുകൂലമായിട്ടുള്ള ദിവസങ്ങളായിട്ട് കാണുന്നത് 1, 10, 19, 28 മുതലായ ദിവസങ്ങളാണ്. ഇവരുടെ ഏറ്റവും പ്രധാന ഗുണമായിട്ട് അല്ലെങ്കിൽ ഗുണങ്ങളായിട്ട് പറയാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെയധികമുള്ള വ്യക്തികളാണ്. അതായത് ഏത് മേഖലയിലായിക്കോട്ടെ അവിടെ ഒന്നാമനാവാൻ, അല്ലെങ്കിൽ അവിടെ മുൻപന്തിയിലെത്താനായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് പേരെ ഇവരുടെ അണ്ടറിൽ കൊണ്ടുവന്ന് ജോലിയെടുപ്പിക്കാനും അവരെ നിയന്ത്രിക്കാനും ഒക്കെ വളരെയധികം കഴിവുള്ള വ്യക്തികളാണ് ഈ ജനനസംഖ്യ അല്ലെങ്കിൽ വിധിസംഖ്യ 1 വരുന്നവർ. അതുപോലെ തന്നെ വളരെയധികം ബുദ്ധിസാമർഥ്യവും ധൈര്യവും ഏത് കാര്യവും പോസിറ്റീവായിട്ട് കാണാനാണ് ഇവർ കൂടുതൽ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ അവസാന വാക്ക് എന്ന് പറയുന്നത് വിജയമാണ്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ടും ഇവർക്ക് മടിയില്ലാത്ത വ്യക്തികളാണ്. ഇനി ഏറ്റവും മികച്ച സംരംഭകരെ നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ആളുകളും ഈ ഒരു ജനനസംഖ്യ 1 അല്ലെങ്കിൽ വിധിസംഖ്യ 1 എന്നിൽ പെടുന്നവരായിരിക്കും. ഇനി ഇവർക്ക് അനുയോജ്യമായ ഏറ്റവും മികച്ച തൊഴിൽ മേഖലകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ് പൊളിറ്റീഷ്യൻസ്. അതായത് രാഷ്ട്രീയ മേഖലയിലാണ് ഇവരുടെ ഒരു തൊഴിലവസരം കണ്ടെത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഉയർന്നു പോകാൻ വളരെയധികം സാധ്യതയുണ്ട്. കാരണം ഇവരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല വാക്സാമർത്ഥ്യമുള്ള വ്യക്തികളാണ്. മറ്റുള്ളവരെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് ഒരുപാട് പവറുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ IAS ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സ്, കമാൻഡേഴ്സ്, അങ്ങനെ ഗവൺമെൻറ് തസ്തികയിൽ ഉയർന്ന റാങ്കുകളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ, അതുമല്ലെങ്കിൽ ഗവൺമെൻറ് സർവൻസ്, ഈ ഒരു രീതിയിലൊക്കെ ജോബ് കിട്ടാനായിട്ട് വളരെയധികം ചാൻസ് കൂടുതലാണ്. ഇനി ഇവരുടെ മറ്റ് മേഖലകൾ എന്ന് പറയുമ്പോൾ സെയിൽസിൽ, അതുപോലെ തന്നെ മീഡിയ, അഡ്വർടൈസിങ്, പ്രൊമോഷൻസ്, ഇതൊക്കെ ഇവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു കരിയറുകളാണ്. അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്, ഇവരുടെയൊക്കെ ഒരു ടീം ഹെഡ് അല്ലെങ്കിൽ ടീം ലീഡർ അല്ലെങ്കിൽ പ്രോജക്റ്റ് മാനേജർ, ഈ ഒരു തസ്തികകളിലൊക്കെ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവർ കൂടുതലും നന്നായിട്ട് തന്നെ ശോഭിക്കും. അതുപോലെ തന്നെ ഹീലിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ജോബ്സ്, അതായത് യോഗ, മെഡിറ്റേഷൻ, അതേപോലെ തന്നെ കൗൺസിലിംഗ്, അങ്ങനെയുള്ള ജോബുകളും ഇവർക്ക് വളരെയധികം നല്ലതാണ്. ടീച്ചിങ് പ്രൊഫഷൻ, അതുപോലെ തന്നെ മെഡിക്കൽ റിലേറ്റഡ് പ്രൊഫഷൻസ്, ഇതെല്ലാം ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന മേഖലകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ബർത്ത് നമ്പറോ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പറോ 1 ആയിട്ടും നിങ്ങൾ മറ്റേതെങ്കിലും മേഖലയിലാണ് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൈവിട്ട് കളയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഇതിലും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. കാരണം നിങ്ങളുടെ ഒരു ബർത്ത് നമ്പർ അനുസരിച്ച് വരുന്ന ആ ഒരു കരിയർ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിലൊരിക്കലും പിന്നോട്ട് പോവേണ്ടുന്ന ഒരവസ്ഥ വരില്ല. ഇനി ബർത്ത് നമ്പറോ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പറോ 2 ആയിട്ട് വരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് മൂണാണ്. 3 എന്ന് പറയുമ്പോൾ ഈ ചന്ദ്രൻ മനോകാരകനായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൽ വരുന്ന വ്യക്തികൾ വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വളരെയധികം പേഷ്യൻസ് ഉള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ എന്ത് കാര്യത്തിനോടും ടോളറേറ്റ് ചെയ്ത് പൊരുത്തപ്പെട്ട് പോകാനായിട്ടും ഇവർക്ക് സാധിക്കും. ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ പലപ്പോഴും ഓവർ സെൻസിറ്റീവായിട്ടും ഇവരെ കാണാറുണ്ട്. അപ്പോൾ ഇവർക്ക് വരുന്ന ഏറ്റവും ഒരു ലക്കി ഡേയ്സ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2, 11, 20 എല്ലാം നമുക്ക് കണക്കാക്കാം. 2 എന്നുള്ള സംഖ്യ തന്നെ ഒരു ടീം വർക്ക് അല്ലെങ്കിൽ ഒരു കമ്പാനിയൻഷിപ്പിൻ്റെ നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സഹപ്രവർത്തകരുമായിട്ട് ഇടപഴകുന്ന ജോലിയാണെങ്കിലും ഇവർക്ക് തീർച്ചയായിട്ടും അതിനകത്ത് മികച്ചു നിൽക്കാൻ സാധിക്കും. കാരണം ആളുകളുമായി പൊരുത്തപ്പെട്ട് പോകാനുള്ള കഴിവ് ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ടീം വർക്കായി വരുന്ന ജോലികളൊന്നും ചെയ്യാൻ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇവരുടെ ഏറ്റവും മികച്ച ജോലികൾ എന്താണ്, അല്ലെങ്കിൽ എന്ത് ജോലികളാണ് ഇവർക്ക് കൂടുതൽ സ്യൂട്ടാവുക എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനമായിട്ടും ഇവർക്ക് ഡോക്ടേഴ്സ് ഫീൽഡ് നല്ലതാണ്. അതുപോലെ തന്നെ നേഴ്സസ്, കെയർ ഗിവേഴ്സ്, കൗൺസിലേഴ്സ് ഒക്കെ ആവാനായിട്ട് നല്ല സാധ്യതകളുണ്ട്. ഇവർക്കും നമ്പർ 1 പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ഹീലർ ആവാനുള്ള കഴിവുള്ള വ്യക്തികളാണ്. ഇവരുടെ എലമെൻ്റ് എന്ന് പറയുന്നത് വാട്ടർ ആയതുകൊണ്ട് തന്നെ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളും ഇവർക്ക് വളരെയധികം ഉത്തമമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സീ പ്രൊഡക്ട്സിൻ്റെ വിപണനം, അതുപോലെ തന്നെ ഷിപ്പിലുള്ള ജോലികൾ, ഇതിനൊക്കെ അവർക്ക് മികച്ച സാധ്യതകളുണ്ട്. ഇനി മറ്റൊരു മേഖല പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അഭിനേതാക്കളാവാൻ, അല്ലെങ്കിൽ നന്നായി പാട്ട് പാടാൻ, അല്ലെങ്കിൽ നൃത്തം ചെയ്യാനൊക്കെ കഴിവുള്ള വ്യക്തികൾ തന്നെയായിരിക്കും. അതുപോലെ തന്നെ പെയിൻറ്റേഴ്സ്, സ്കൾപ്ചേഴ്സ്, ഫാർമസിസ്റ്റ്, ഈ ഒരു മേഖലകളുമൊക്കെ ഇവർക്ക് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സ്, യോഗ ആൻഡ് മെഡിറ്റേഷൻ, കൗൺസിലേഴ്സ്, ഈ ഒരു ഫീൽഡുകളൊക്കെ ഇവർക്ക് വളരെ നല്ലതാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബർത്ത് നമ്പറോ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പറോ ഒക്കെ 2ൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മേഖലകളിൽ വളരെയധികം ശോഭിക്കാനായിട്ട് കഴിയും. ഇനി നിങ്ങളുടെ ഈ ഒരു ന്യൂമറോളജി നമ്പർ 2 ആയിട്ടും നിങ്ങൾ ഈ ഒരു മേഖലകളിലൊന്നും അല്ല വർക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മേഖലകളിൽ വർക്ക് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പാഴാക്കി കളയരുത്. കാരണം ഓരോരുത്തർക്കും അവരുടേതായ തൊഴിൽ മേഖലകളുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മളുടെ തൊഴിൽ മേഖല എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് നമുക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരുപാട് സക്സസ് ഉണ്ടാവുന്നതാണ്. ഇനി നിങ്ങളുടെ ബർത്ത് നമ്പറോ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പറോ 3 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ജൂപ്പിറ്ററാണ്, അതായത് വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ 3 എന്നുള്ളത് ബർത്ത് നമ്പറായോ ഡെസ്റ്റിനി നമ്പറായോ വരുന്ന വ്യക്തികൾ വളരെയധികം ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. മറ്റുള്ളവരെ വളരെയധികം ഒബ്സർവ് ചെയ്യാനും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു തുറന്ന സംസാരത്തിനൊന്നും ഒട്ടും മടിയില്ലാത്ത വ്യക്തികളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ ദിവസങ്ങൾ വരുന്നത് 3, 12, 21, 30 എന്നിവയാണ്. ആളുകളോട് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാനും അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിലിനോട് വളരെയധികം ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു രീതി ഇവർക്കുണ്ടാവുന്നതായിരിക്കും. ഡെസ്റ്റിനി നമ്പർ അല്ലെങ്കിൽ ബർത്ത് നമ്പർ 3 ആവുന്നവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാൻ ഇവരെ വേണമെങ്കിൽ ഒരു ഗിഫ്റ്റഡ് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കാം. കാരണം അഭിനയം, സാഹിത്യം, കഥ, കവിത രചന, അതുപോലെ തന്നെ നല്ലൊരു മ്യൂസിഷ്യൻ ആവാനായിട്ടും ഒക്കെ ഇവർക്ക് വളരെയധികം ടാലൻറ്റഡ് ഉള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ ഈ മേഖലയിലാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെയധികം ഉയർന്നു വരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്പർ 3 എന്ന് പറയുമ്പോൾ ഇവർ വളരെയധികം പോപ്പുലർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ള വ്യക്തികളാണ്. ഇനി ഇവരുടെ മറ്റ് തൊഴിൽ മേഖലകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മികച്ച ഒരു അഭിഭാഷകനാവാൻ അല്ലെങ്കിൽ ജഡ്ജി ആവാൻ, അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, മാർക്കറ്റിംഗ് ഫീൽഡ്, അഡ്വർടൈസിംഗ് ഫീൽഡ്, ഇതൊക്കെ ഇവർക്ക് മികച്ചതാണ്. അതുപോലെ തന്നെ അധ്യാപന മേഖലയിലും ഇവർക്ക് വളരെ മികച്ചതാവാൻ സാധിക്കും. ടീച്ചേഴ്സ്, ലെക്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഫസേഴ്സ്, ഇതൊക്കെ ഇവർക്ക് വളരെയധികം ശോഭിക്കാവുന്ന തൊഴിലുകൾ തന്നെയാണ്. ഇനി അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സ്, അതുപോലെ തന്നെ കായികപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അത്ലറ്റ് ആവാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു കോച്ച് ആവാനൊക്കെ ഇവർക്ക് സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബർത്ത് നമ്പർ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പർ 3 ആണെങ്കിൽ നിങ്ങൾ മറ്റൊരു മേഖലയിലാണ് നിങ്ങളിപ്പോൾ തൊഴിൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടേതായ ഒരുപാട് സാഹിത്യവാസനകളും അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അങ്ങനെ കലാപരമായിട്ടുള്ള കഴിവുകളും സ്പോർട്സ് പരമായിട്ടൊക്കെ ഒരുപാട് കഴിവുകൾ ഉള്ളിലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ എന്തെങ്കിലും ഒരു അവസരം വന്നു ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളതൊരിക്കലും കൈവിട്ട് കളയരുത്. കാരണം എത്ര വൈകിയ വേളയിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു തൊഴിലിടം അല്ലെങ്കിൽ ആ മേന്മയുള്ള തൊഴിൽ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ വളരെയധികം ഉയർന്നു പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇനി നിങ്ങളുടെ ബർത്ത് നമ്പർ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പർ എന്ന് പറയുന്നത് 4 ആണെങ്കിൽ നിങ്ങളുടെ റൂളിംഗ് പ്ലാനറ്റ് രാഹു എന്നുള്ള ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ബർത്ത് നമ്പർ 4 വരുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും വളരെയധികം സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാരാണ്. ഇവരുടെ പേഴ്സണൽ ലൈഫിലായാലും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിലായാലും വളരെയധികം പ്രാക്ടിക്കലായിട്ടാണ് ഇവർ തീരുമാനങ്ങൾ എടുക്കുക. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ റെസ്പെക്റ്റ്, ഇതിനൊക്കെ അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. ഇവരുടെ ഒരു ലക്കി ഡേയ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4, 13, 22, 31 എന്നിവയൊക്കെയാണ്. അതുപോലെ തന്നെ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടും ഹാർഡ് വർക്കിംഗ് ആയിട്ടും ഏത് കാര്യങ്ങളിൽ ഏർപ്പെടാനും ഇവർക്ക് യാതൊരു മടിയില്ല. ഇവർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇവർക്ക് ഏറ്റവും കൂടുതൽ ശോഭിക്കാൻ കഴിയുന്ന മേഖലകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സായിട്ട് ഒക്കെ ഇവർക്ക് നന്നായി ശോഭിച്ച് പോകാൻ കഴിയുന്ന ഒരു മേഖല തന്നെയാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, IT നെറ്റ്വർക്കിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഇവർക്ക് വളരെയധികം ശോഭിക്കാൻ കഴിയുന്ന മേഖലകളാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് ഐഡിയാസും ക്രിയേറ്റിവിറ്റിയും ഒക്കെയുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവർക്കൊരു നൂതന സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം അതിനകത്ത് ഒരു എക്സ്പോഷർ കിട്ടുന്ന വ്യക്തികളാണ്. IT മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ്, അതുപോലെ തന്നെ എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ്, ഇതിലൊക്കെ ഇവർക്ക് നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ്, അതുപോലെ തന്നെ കോഡിംഗ്, വിർച്വൽ ഗെയിം, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ നല്ലൊരു കരിയർ ഓപ്ഷൻസ് തന്നെയാണ് ഇവർക്ക്. അതുപോലെ തന്നെ ക്രിമിനൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് ആവാനും അതുപോലെ ഓങ്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റഡീസ് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാനും ഒക്കെ ഇവർക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വ്യക്തികളാണ്.
അതുപോലെ തന്നെ നമ്പർ 3യെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പോപ്പുലർ ആവാനുള്ള എല്ലാ സാധ്യതകളുമുള്ള വ്യക്തികൾ തന്നെയാണ് ഇവർ. അതായത് സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇപ്പോൾ യൂട്യൂബ് ചാനലായാലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയാലും ഇവർക്ക് പെട്ടെന്ന് റീച്ച് ആവാൻ സാധിക്കുന്നതാണ്. ജനങ്ങൾക്ക് പെട്ടെന്ന് ഇവരെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നതാണ്, ഇവരുടെ കണ്ടൻസും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മേഖല ഇവർ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ഇവർക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുപോലെ തന്നെ TV ആക്ട്രസ് ആയാലും മൂവിയിലായാലും അങ്ങനെ എല്ലായിടത്തും ഒന്ന് തിളങ്ങി നിൽക്കാൻ, നാലാൾ ശ്രദ്ധിക്കപ്പെടാനുള്ള അവസരങ്ങൾ വരുന്ന ഫീൽഡുകൾ ഇവർക്ക് തിരഞ്ഞെടുക്കാൻ വളരെയധികം നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനി നമ്പർ അല്ലെങ്കിൽ ബർത്ത് നമ്പർ 4 ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു മേഖലയിലല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലാണ് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നതെങ്കിൽ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് കൈമോശം വരുത്തരുത്. കാരണം നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതിലുപരിയായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. കാരണം നമ്മളുടെ ആ ഒരു പ്ലാനറ്റ് വൈസ് ആയാലും അല്ലെങ്കിൽ നമ്മളുടെ ആ ജനന സംഖ്യയോ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പറൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മളുടെ കരിയർ ഓപ്ഷൻസ് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ ഒരു വഴിയിലേക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലൊരു നല്ല റിസൾട്ട് സക്സസ് ഉണ്ടാവുന്നതാണ്. ഇനി നിങ്ങളുടെ ബർത്ത് നമ്പർ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പർ 5 ആണെങ്കിൽ നിങ്ങളുടെ റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് മെർക്കുറിയാണ്, അതായത് ബുധഗ്രഹമാണ്. 5 എന്ന് പറയുന്നത് ഒരു ലക്കി നമ്പറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 5 എന്നുള്ളത് ഡെസ്റ്റിനി നമ്പറോ അല്ലെങ്കിൽ ബർത്ത് നമ്പറോ ആയിട്ട് വരുന്ന വ്യക്തികൾ വളരെയധികം അഡ്വഞ്ചറസ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തികളായിട്ടാണ് പറയപ്പെടുന്നത്. ഇവർ വളരെയധികം സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള വ്യക്തികളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ബുധഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ എന്താണെന്ന് വെച്ചാൽ അതൊരു നപുംസക ഗ്രഹമായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് പോസിറ്റീവായിട്ടുള്ളൊരു ഗ്രഹത്തിൻ്റെ എഫക്റ്റ് അതിന് വരുന്നുണ്ടെങ്കിൽ അതും നമുക്ക് പോസിറ്റീവ് ഫലങ്ങൾ തരും. അതുപോലെ തന്നെ നെഗറ്റീവിനോടാണ് അതിന് ചായ്വെങ്കിൽ നമുക്കതുപോലെ തന്നെ വിഷമകരമായ സന്ദർഭങ്ങളും ജീവിതത്തിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള സ്വഭാവം ഈ നമ്പർ 5 വരുന്ന വ്യക്തികളിലും നമുക്ക് കാണപ്പെടും. അപ്പോൾ ഇവർക്ക് ശുഭമായി കണക്കാക്കപ്പെടുന്ന ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ 5, 14, 23 ഒക്കെയാണ്. അപ്പോൾ ബുധഗ്രഹത്തെ പറ്റി നേരത്തെ പറഞ്ഞ ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ ഇവർ വളരെയധികം റെസ്റ്റ്ലെസ് ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു അഡ്വഞ്ചറസ് ആയിട്ടുള്ളത്. ഇവർ പലപ്പോഴും ചേഞ്ച് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. ലൈഫിൽ പല പല വെറൈറ്റികൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നവരായിരിക്കും. ഇനി ഇവർക്കായിട്ടുള്ള മികച്ച തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മിക്ക മേഖലകളും ഇവർക്ക് വളരെ നല്ലതാണ്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജേർണലിസം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, പബ്ലിക് സ്പീക്കിംഗ്, ഇതിലൊക്കെ ഇവർക്ക് ശോഭിക്കാൻ പറ്റിയ തൊഴിലുകൾ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റ് തൊഴിൽ മേഖലകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊമേഴ്സായിട്ട് റിലേറ്റ് ചെയ്തത്, അതായത് അക്കൗണ്ടിങ്, ഫിനാൻസ്, എക്കണോമിക്സ്, ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ബാങ്കിങ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ളൊരു തൊഴിൽ സംരംഭങ്ങളും ഇവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇവർ റിസ്ക് എടുക്കാനൊന്നും യാതൊരു മടിയുമില്ലാത്ത വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവർക്ക് ബിസിനസ് മേഖലയും നല്ലൊരു തൊഴിലിടം തന്നെയാണ്. അതുപോലെ തന്നെ ലോയേഴ്സ് ആവാനായിട്ട് മെഡിക്കൽ വിഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ അല്ലെങ്കിൽ ന്യൂറോ വിഭാഗം ഡോക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ, ട്രാവൽ ആൻഡ് ടൂറിസം, ഇതൊക്കെ ഇവർക്ക് മികച്ച കരിയർ ഓപ്ഷൻസ് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരെടുത്ത് പറയത്തക്ക ഫീൽഡ് എന്ന് പറയുമ്പോൾ ആസ്ട്രോളജി ആയാലും ന്യൂമറോളജി ആയാലും അല്ലെങ്കിൽ ടാരറ്റ് റീഡിംഗ് ആയാലും ഇങ്ങനെ പ്രിഡിക്ഷൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡും കൂടി ഇവർക്ക് വളരെയധികം നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ബർത്ത് നമ്പർ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പർ 5 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട തൊഴിലുകളിൽ വളരെയധികം ഉയരത്തിലെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഫീൽഡിലല്ല മറ്റൊരു ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ഏറ്റവും മേന്മയേറുന്ന നമ്മുടെ ബർത്ത് നമ്പറോ ഡെസ്റ്റിനി നമ്പറോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ വരുന്ന കരിയേഴ്സ് നമ്മൾ ചൂസ് ചെയ്താൽ നമ്മൾക്കതിൽ തീർച്ചയായിട്ടും വളരെയധികം ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. ഇനി നിങ്ങളുടെ ബർത്ത് നമ്പർ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പർ എന്ന് പറയുന്നത് 6 ആണെങ്കിൽ നിങ്ങളുടെ റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പോൾ ന്യൂമറോളജി പ്രകാരം ഈ ഒരു നമ്പറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇത് വളരെയധികം ലവ്വിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിവോട്ടഡ് ലവർ എന്ന് വേണമെങ്കിൽ ഈ ഒരു നമ്പർ ബർത്ത് നമ്പറോ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പറോ ആയിട്ട് വന്നിരിക്കുന്ന വ്യക്തികളെ നമുക്ക് വിളിക്കാൻ കഴിയും. അതിന് കാരണമായിട്ട് പറയപ്പെടുന്നത് വീനസ് അഥവാ ശുക്രൻ എന്ന് പറയുന്നത് പ്ലാനറ്റ് ഓഫ് ലവ് എന്നാണ് പറയപ്പെടുന്നത്. പ്രണയത്തിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു ഡെസ്റ്റിനി നമ്പറായിട്ടൊക്കെ വരുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ 100% ഡെഡിക്കേറ്റഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ലവിങ്ങും കെയറിങ്ങും ഒക്കെ ആയിട്ടുള്ള വ്യക്തികൾ തന്നെയായിരിക്കും. ഇനി ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് വരുന്നത് 6, 15, 24 ഇതൊക്കെയാണ്.
അപ്പോൾ ഏതൊരു തരം റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിയാലും അതിലിവർ കാണിക്കുന്ന ആ ഒരു സ്നേഹം, കരുതൽ അല്ലെങ്കിൽ പ്രൊട്ടക്ഷനൊക്കെ എടുത്തു പറയത്തക്ക പ്രാധാന്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇവരുടെ പ്രൊഫഷനിൽ ഇവർ വളരെയധികം സക്സസ്ഫുള്ളായിട്ട് വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഇവർക്ക് അനുയോജ്യമായ തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലേറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹോസ്പിറ്റാലിറ്റിയാണ്. അതായത് ആ ഒരു ഹോസ്പിറ്റാലിറ്റി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏത് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ ഇവർക്കതൊരു മികച്ച കരിയറായിട്ട് മാറും. അതുപോലെ തന്നെ ഇവരുടെ റൂളിംഗ് പ്ലാനറ്റ് വീനസ് ആയതുകൊണ്ട് തന്നെ സൗന്ദര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ജോലികൾ, ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാമർ ആൻഡ് ബ്യൂട്ടി ഇൻഡസ്ട്രി, അതുപോലെ തന്നെ മോഡലിംഗ്, അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ബ്യൂട്ടീഷ്യൻസ്, സെലിബ്രിറ്റി മേക്കപ്പ്, അതുപോലെ ഡിസൈനേഴ്സ്, സ്റ്റൈലിസ്റ്റ്, ജ്വല്ലറി സ്റ്റൈലിസ്റ്റ്, അങ്ങനെ ഏത് മേഖലയും ആവാം. അതുപോലെ തന്നെ ബ്യൂട്ടി പ്രോഡക്ട്സ്, ക്ലോത്തിങ്, ജ്വല്ലറി, ഇതൊക്കെയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ്സൊക്കെ ഇവർക്ക് ചെയ്താൽ വളരെയധികം പോസിറ്റീവായിട്ട് മാറുന്നതാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആക്ടിങ്, അല്ലെങ്കിൽ സിംഗിങ്, ഡാൻസിങ്, അതേപോലെ തന്നെ പെയിൻറ്റിങ്, അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സ്, അല്ലെങ്കിൽ നല്ല ആർട്ടിസ്റ്റ് ആവാൻ, ഇതിനൊക്കെയുള്ള ടാലൻ്റ് ഉള്ള വ്യക്തികളാണ് ഈ ഒരു ന്യൂമറോളജി പ്രകാരം 6 എന്ന് പറയുന്ന ഡെസ്റ്റിനി നമ്പറോ അല്ലെങ്കിൽ ബർത്ത് നമ്പറോ വരുന്ന വ്യക്തികൾ. അതുപോലെ നിയമപരമായിട്ട് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് പ്രൊഫഷനൊക്കെയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഫാമിലി വക്കീലൊക്കെ ആയിട്ട് വരുന്നതും അല്ലെങ്കിൽ ഫാമിലി കേസസ് കൈകാര്യം ചെയ്യുന്ന ആ ഒരു രീതിയിലേക്കൊക്കെ ഇവർ വരുന്നതും ഇവർക്ക് വളരെയധികം നല്ലതാണ്. അപ്പോൾ ന്യൂമറോളജി പ്രകാരം നിങ്ങളുടെ നമ്പർ ഇതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ഇതുവരെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഈ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ, ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യാതെ അതിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. കാരണം നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോബ്സ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വളരെയധികം സക്സസ്ഫുൾ ആവാനായിട്ട് തീർച്ചയായും സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ബർത്ത് നമ്പർ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പർ 7 ആണെങ്കിൽ നിങ്ങളുടെ ആ റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ ആണ്, അതായത് കേതു എന്നുള്ള ഗ്രഹമാണ്. അപ്പോൾ ഈ കേതു എന്നുള്ള ഗ്രഹത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ ആ 7 എന്നുള്ളത് ഒരു സ്പിരിച്വൽ നമ്പറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇവർക്ക് ഇവരുടെ ലൈഫിലുള്ള കാര്യങ്ങളെല്ലാം കൂടുതലും ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുന്നതാണ്. അല്ലെങ്കിൽ അവർക്ക് നേടേണ്ടുന്ന ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതെല്ലാം മറ്റാരുടെ ഹെൽപ്പില്ലാതെ ഒറ്റയ്ക്ക് ചെയ്ത് നേരിട്ട് അവർക്കതിന് പേര് നേടണം എന്ന് വിചാരിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ ഇവരെ കൂടുതലായിട്ടും ഏകാന്തത ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. അപ്പോൾ അവർക്കൊരു ലവ് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ പാർട്ട്ണറായിട്ട് വരുന്ന വ്യക്തികൾ കുറച്ച് ഈ റിലേഷൻഷിപ്പിൽ ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളിലും ഇവരുടേതായ ഒരു സ്പേസ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആയിട്ട് പറയപ്പെടുന്നത് 7, 16, 25 തുടങ്ങിയവയാണ്. അതുപോലെ തന്നെ വളരെയധികം ചിന്തിക്കുന്ന വ്യക്തികളാണ്. ഒരുപാട് ആലോചിച്ച് കൂട്ടുന്ന ഒരു തരം ക്യാരക്ടറുള്ള വ്യക്തികളാണ്. അതുപോലെ ചില സമയങ്ങളിൽ ഇവർ വളരെയധികം ശാന്തമായിട്ടിരിക്കും. ചില സമയത്താണെങ്കിൽ കുറച്ച് ഷൈ ആയിട്ടുള്ളൊരു പ്രകൃതവും ഇവരിൽ കാണപ്പെടാറുണ്ട്. അധികമായിട്ട് ഗോസിപ്പിനൊന്നും പോവാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ അവരവരുടേതായ ഒരു ലോകത്ത് സമാധാനത്തോടെ ജീവിച്ചു പോകണം, സന്തോഷത്തോടെ ജീവിച്ചു പോകണം എന്ന് വിചാരിക്കുന്ന തരം വ്യക്തികളാണ്. ഇനി ഇവരുടെ മികച്ച തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും സ്പിരിച്വലി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുമായിട്ടാണ് ഇവർക്ക് കൂടുതലും ഒരു ഉയർന്ന തൊഴിൽ മേഖലയായിട്ട് പറയപ്പെടാൻ പറ്റുന്നത്. അതായത് അവരവരുടെ മതത്തിലുള്ള ആ ഒരു സ്പിരിച്വൽ അഡ്വൈസറായിട്ട്, അതുപോലെ തന്നെ ആ പുരോഹിതൻ അല്ലെങ്കിൽ കർമ്മി എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു രീതിയിലേക്കും സ്പിരിച്വൽ മാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ യോഗ ടീച്ചേഴ്സ്, ആസ്ട്രോളജേഴ്സ്, ഇതൊക്കെ ഇവർക്ക് വളരെ മികച്ച ഒരു മേഖലയാണ്. അതുപോലെ തന്നെ ഇവർ ഡോക്ടേഴ്സ് ഫീൽഡാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇവർക്ക് അതിൽ തന്നെ സർജറി അല്ലെങ്കിൽ അനസ്തീഷ്യ ഈ ഒരു വിഭാഗങ്ങളൊക്കെ ആപ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി മറ്റ് മേഖലകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൻസ് സർവീസ്, അതുപോലെ തന്നെ ഇൻഫോമേഴ്സ്, അതേപോലെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, അതേപോലെ നെഗോഷിയേഴ്സ്, ട്രാൻസ്ലേറ്റേഴ്സ് ഓഫ് ഫോറിൻ ലാംഗ്വേജ്, ലോയേഴ്സ്, ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെയൊക്കെ ബിസിനസ്സാണ് ഇവർക്ക് കൂടുതലും ഒരു ആപ്റ്റായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ റിസർച്ചിൽ ഉള്ള ഒരു നൈപുണ്യം അല്ലെങ്കിൽ PhD എടുക്കുക, ആ ഒരു ഫീൽഡുമൊക്കെ ഇവർക്ക് വളരെയധികം നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ബർത്ത് നമ്പർ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പർ 7 ആണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്കൊന്നും ഇതുവരെ എത്തപ്പെട്ടിട്ടില്ല, മറ്റൊരു മേഖലയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്കൊക്കെ വരാൻ നിങ്ങൾക്കൊരവസരം, അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ബിസിനസ് ആയിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ ഒക്കെ ചെയ്യാനുള്ളൊരവസരം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും പാഴാക്കി കളയരുത്. കാരണം തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ നിങ്ങളുടെ ജോലി തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വളരെയധികം ഉയരാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സഹായകമാവും. ഇനി നിങ്ങളുടെ ബർത്ത് നമ്പർ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പർ 8 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് സാറ്റേൺ ആണ്, അതായത് ശനി എന്നുള്ള ഗ്രഹമാണ്. അതുപോലെ തന്നെ ന്യൂമറോളജിയിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു നമ്പറാണ് നമ്പർ 8.
അപ്പോൾ ഈ 8 എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനി നമ്പറോ അല്ലെങ്കിൽ ബർത്ത് നമ്പറോ ഒക്കെ ആയിട്ടാണ് നിങ്ങളുടെ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈഫിൽ ഒരുപാട് ചാലഞ്ചസ് നേരിട്ടിട്ടുള്ള വ്യക്തികളാണ്. ചാലഞ്ചസ് നിങ്ങൾ ധീരമായിട്ട് നേരിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഓരോ ചാലഞ്ചസും നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് നിങ്ങളുടെ ആ ഒരു കറേജായിട്ട് നിങ്ങളതിനെ നേരിട്ട് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികളാണ്. ഈ ഒരു നമ്പർ ബാലൻസിനെയും അതുപോലെ പവറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇവർക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഡേറ്റ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് 8, 17, 26 ഒക്കെയാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു പോസിറ്റീവ് ട്രേറ്റ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ വളരെയധികം ചില സമയത്ത് വളരെയധികം ആവശ്യത്തിൽ കൂടുതൽ കറേജ് ധൈര്യമുള്ള വ്യക്തികളായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ചാരിറ്റി ചെയ്യാനൊന്നും ഇവർക്ക് യാതൊരു മടിയില്ല. അതുപോലെ നെഗറ്റീവ് വശങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഈഗോയിസ്റ്റിക്കലായിട്ടുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ ചില ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകുന്നതും കാണാം. അപ്പോൾ ഇവരുടെ ഏറ്റവും മികച്ച തൊഴിൽ മേഖല ഏതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ബിസിനസ് പരമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന വ്യക്തികളാണ്. അതിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്രോ കെമിക്കൽസിൻ്റെ ബിസിനസ്, അല്ലെങ്കിൽ സ്റ്റീൽ ബിസിനസ്, അല്ലെങ്കിൽ ഇമ്പോർട്ടിങ് ആൻഡ് എക്സ്പോർട്ടിങ്, ഇതിലൊക്കെ ഇവർക്ക് വളരെയധികം ശോഭിക്കാനായിട്ട് കഴിയുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു മേഖല പറയുകയാണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ, കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ടൈപ്പ് വർക്കുകളും അല്ലെങ്കിൽ ഫിസിക്കൽ ലേബർ, ഇതൊക്കെ അവർക്ക് നല്ലൊരു തൊഴിൽ മേഖല തന്നെയാണ്. അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു മേഖല, എഞ്ചിനീയറിങ്ങിൻ്റെ ഏത് വിഭാഗവും ഇവർക്ക് കൂടുതൽ നല്ലതായിട്ട് തന്നെ കാണപ്പെടുന്നു. ഇനി ഡോക്ടേഴ്സ് പോലെയുള്ള ആ ഒരു പ്രൊഫഷനാണ് ഇവർ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിൽ ഇവർക്ക് ഫിസിഷ്യനൊക്കെ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. അതുപോലെ തന്നെ മറ്റ് ചില ഉയർന്ന പൊസിഷനിലായിട്ടുള്ള അഡ്വക്കേറ്റ് ജനറൽ അല്ലെങ്കിൽ ജഡ്ജി, പിന്നെ അതുപോലെ അഡ്വക്കേറ്റ്സ്, അങ്ങനെ ലീഗലിയുള്ള എല്ലാ വശങ്ങളും ഇവർക്ക് നല്ലതാണ്. കാരണം ഈ സാറ്റേൺ എന്ന് പറയുന്നത് തന്നെ നീതിദേവനായിട്ടാണ് നമ്മൾ ശനിയെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നീതി സംബന്ധമായിട്ടുള്ള എല്ലാ ജോലികളും, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ഇവർക്ക് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ സാധാരണമായിട്ടുള്ള എല്ലാവിധ ഓഫീസ് ജോബ് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യുന്നതും ക്ലറിക്കൽ പോസ്റ്റോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള പോസ്റ്റുകളോ ഒക്കെ ചെയ്യുന്നതും ഇവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇവരൊരിക്കലും ചെന്ന് പെടാൻ പാടില്ലാത്തൊരു മേഖല എന്ന് പറയുന്നത് ഗാംബ്ലിംഗ് ഒക്കെയാണ്. കാരണം ആ ഒരു മേഖലയിലേക്ക് ഇവരിങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് അവിടെ വിജയം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഭയങ്കരമായിട്ടുള്ള ധനനഷ്ടമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ബർത്ത് നമ്പർ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പർ എന്ന് പറയുന്നത് 8 ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു മേഖലകളിലൊന്നും കടന്നു വന്നിട്ടില്ല, മറ്റേതെങ്കിലും ഒരു മേഖലയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ മേഖലയിൽ വരാനൊരവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ മേഖല കൂടി ചൂസ് ചെയ്യുക. കാരണം നിങ്ങളുടേതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭികാമ്യമായിട്ടുള്ള ആ ഒരു പ്രൊഫഷൻ വരുന്ന ആ ഒരു മേഖലകൾ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ വളരെയധികം സക്സസ് ഉണ്ടാവുന്നതാണ്. ഇനി നിങ്ങളുടെ ബർത്ത് നമ്പർ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പർ 9 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് മാർസ് ആണ്, അതായത് ചൊവ്വ എന്നുള്ള ഗ്രഹമാണ്. 9 എന്നുള്ള നമ്പർ നമ്മൾക്ക് വളരെയധികം സന്തോഷവും അതേപോലെ തന്നെ അഭിവൃദ്ധിയും കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് വിശ്വാസം. നമ്പർ 9 ബർത്ത് നമ്പറോ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പറോ ഒക്കെ ആയിട്ട് വരുന്ന വ്യക്തികൾ വളരെയധികം മനുഷ്യത്വമുള്ളവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊന്നറിയാനുള്ള ഒരു മനസ്സുള്ളവരായിട്ടാണ് പറയുന്നത്. ഇവർ മറ്റുള്ളവരോട് വളരെയധികം കരുണയുള്ള വ്യക്തികളായിട്ടാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഇമോഷണലി ഇവർ പെട്ടെന്ന് തന്നെ വീക്കാവുന്ന ആൾക്കാരാണ്. ഇവരുടെ ഒരു നെഗറ്റീവ് ട്രേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ, അതായത് അവനവനെ തന്നെ പറ്റി ഓർത്ത് പരിതപിക്കുന്ന ഒരു നേച്ചറും കൂടി ഇവർക്കുണ്ട്. അതുപോലെ തന്നെ പല സമയത്തും ഇവരുടെ സ്വന്തം ആവശ്യങ്ങൾ മറന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു പ്രവണതയും കൂടി പലർക്കും ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ആയിട്ട് വരുന്നത് 9, 18, 27 ഒക്കെയാണ്. ഇനി ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നേവി, ആർമി, പോലീസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, ഇതൊക്കെയാണ്. അതേപോലെ തന്നെ ഇവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്കൊക്കെ ഇവർ കടന്നു കഴിഞ്ഞാൽ ഇവർക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് ധാരാളം ധനം സമ്പാദിക്കാൻ കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഏത് മേഖലയിൽ ബിസിനസ് നടത്തിയാലാണ് ഇവർക്ക് കൂടുതൽ നല്ലതെന്ന് ചിന്തിക്കുമ്പോൾ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ തന്നെ ഫുട്വെയർ ഷോപ്സ്, ഇതൊക്കെയാണ്. അതേപോലെ മറ്റ് ജോബുകളിലേക്ക് നോക്കുമ്പോൾ വരുന്നത് ഷെഫ്, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, അതുപോലെ തന്നെ ഫിറ്റ്നസ് ട്രെയിനേഴ്സ്, ടെലികോം ഇൻഡസ്ട്രി റിലേറ്റഡ് വർക്കുകളൊക്കെയാണ്. അതേപോലെ തന്നെ ഇനി മെഡിക്കൽ വേയിലേക്കാണ് ഇവർക്ക് ജോലിക്ക് താല്പര്യമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയാണ് ഇവർ നോക്കുന്നതെങ്കിൽ
ഇപ്പോൾ ഡോക്ടേഴ്സ് ആവാനൊക്കെ ആയിട്ടാണ് ഇവർ ശ്രമിക്കുന്നതെങ്കിൽ ഇവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ എമർജൻസി മെഡിസിനിലോ ഒക്കെയാണ്. ഇപ്പോൾ പൈലറ്റ് ആവാനൊക്കെ ആയിട്ട് കുട്ടികൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല എങ്കിൽ പോലും ഈ ഒരു നമ്പറിൽ വരുന്നവരാണ് നിങ്ങളെങ്കിൽ അത് തീർച്ചയായിട്ടും ആ കുട്ടിക്ക് അത് ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് അനുയോജ്യമായ ഒരു തൊഴിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു നമ്പർ പ്രകാരം നമ്മൾക്ക് അനുയോജ്യമായ ഒരു തൊഴിൽ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ബർത്ത് നമ്പർ അല്ലെങ്കിൽ ഡെസ്റ്റിനി നമ്പറൊക്കെ 9 നിങ്ങൾ മറ്റേതെങ്കിലും ഒരു മേഖലയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേതെങ്കിലും ഒക്കെ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. ആ അവസരം ഒരിക്കലും പാഴാക്കി കളയരുത്. ഇപ്പോൾ നിങ്ങൾ മറ്റൊരു ജോബ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിലൊക്കെ ഒരു അവസരം വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയാൽ പോലും അത് പാഴാക്കി കളയേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ആ ഒരു നമ്പറിൻ്റെ ആ ഒരു പവർ കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ മേഖലയിൽ ഒരു നഷ്ടവും വരില്ല. തീർച്ചയായിട്ടും ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ.